ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇന്ന് എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പപ്പയുടെ ബർത്ത്ഡേ ആയിട്ട് ആ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ സർപ്രൈസ് വീഡിയോ ആണ് ഇന്നത്തേത്. നമ്മൾ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് ഓരോ സർപ്രൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പം നമ്മുടെ പേരൻസ് എത്രത്തോളം ഹാപ്പി ആവുന്നുണ്ട് എന്നുള്ള ആ ഒരു മൊമെൻ്റ് ഇല്ലേ, അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ മാക്സിമം എല്ലാവരെയും സർപ്രൈസ് ആക്കാനും എല്ലാവരും ഹാപ്പി ആക്കാനും കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് അത് എനിക്ക് ആ ഒരു സർപ്രൈസ് എനിക്ക് സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റുകൾ എന്ന് പറയാനായിട്ട്, ഗസ്റ്റല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയാനായിട്ട് മമ്മിയുണ്ട്, എൻ്റെ വല്യമ്മയുണ്ട്, അമ്മയുടെ ബ്രദറുണ്ട്. അവർ ഇതിനു വേണ്ടി വന്നതല്ല കേട്ടോ, ഡുണ്ടുവിനെ കാണാൻ വന്നതാണ്. ഡുണ്ടുവിനെ കാണാൻ വന്ന ടൈമിൽ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവരും കൂടി ഉള്ളതല്ലേ, അപ്പോൾ പപ്പയുടെ ബർത്ത്ഡേ നമുക്ക് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്ന്. പപ്പയ്ക്ക് ബർത്ത്ഡേ ഏജ് നമ്മൾ പിറന്നാൾ ദിവസം ഉണ്ടല്ലോ ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ആ ഏജ് അങ്ങ് റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ഏജ് അങ്ങ് റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ പപ്പയും പറഞ്ഞ എന്താണെന്നറിയോ, എൻ്റെ ഏജ് 42 48 എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ, ഒരു 42 അങ്ങ് ഇരുന്നോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫാണ്. പപ്പയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ബീഫ്. ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ബീഫ് മാത്രം മതി. അപ്പോൾ ഇന്നത്തെ ബീഫ് വരട്ടിയതാണ് കേട്ടോ ഇന്നത്തെ മെയിനായിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത്. പിന്നെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ, നല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. രാവിലെ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ടിപ്പോൾ ഞാനിങ്ങനെ ഓർത്തു വന്നാൽ പിന്നെ പുറത്തോട്ട് കൊണ്ടുപോയി അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴോ പൊരിഞ്ഞ വെയിൽ. തലേ ദിവസം എന്നാൽ പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഭയങ്കര മഴയും ഇടിയും മുഴക്കവും എല്ലാം കൂടി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ രാവിലെ പോയേക്കാം, ഒരു 9:30 10 മണിയോട് കൂടി ഇറങ്ങിയേക്കാം. അയ്യോ 9:30 10 മണിയൊക്കെ ആയപ്പോഴത്തേന് എൻ്റെ പൊന്നു ദൈവമേ പറയണ്ട, അത്രയ്ക്കും ഭയങ്കര വെയിൽ. അന്ന് ആ വെയിലത്ത് നിന്ന് മാറി നിന്നേക്കാം എന്ന് വിചാരിച്ച് അടുത്ത ഇതിലേക്ക് പോയി. അപ്പോൾ അവിടെയാണെങ്കിലോ ഭയങ്കര മഴയും. അങ്ങനെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം ആയിരുന്നു ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി വന്ന സമയം. അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഇങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല, നമുക്ക് പറ്റുന്ന ആ ഒരു വെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഷോപ്പിൽ കയറി. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഷോപ്പൊക്കെ എല്ലാ പകുതി ഷോപ്പുകളും ക്ലോസ് ആയിരുന്നു. അപ്പം കണ്ട ഒരു ഷോപ്പിൽ അങ്ങോട്ട് കയറി കേട്ടോ. അങ്ങനെ കയറി നോക്കുകയാണ്. അപ്പം അത്യാവശ്യം നല്ല വലുപ്പവും അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉള്ള ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഷർട്ടാണ്. ഒത്തിരി നോക്കി എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് കിട്ടിയ ഒരു ഷർട്ടാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷർട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചേച്ചി എനിക്ക് ഡിസ്കൗണ്ടൊക്കെ തന്നു, ഞായറാഴ്ചയൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചേച്ചി എനിക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അങ്ങനെ എനിക്ക് ആ ചേച്ചി ഡിസ്കൗണ്ടൊക്കെ തന്നു കേട്ടോ. അപ്പോൾ പപ്പയ്ക്ക് ഷട്ടിൽ കളിക്കുന്നുണ്ട്. ഷട്ടിൽ കളിക്കാൻ പോകുമ്പോൾ സോക്സ് ഇല്ല എന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ സോക്സും കൂടി മേടിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ സോക്സ് മേടിച്ച്. ആ സമയത്തുണ്ടല്ലോ പപ്പ അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞില്ല ഇതിന് വേണ്ടിയാ എന്ന് പറഞ്ഞില്ല, അച്ചാച്ചന് ഷർട്ട് എടുക്കാൻ ആ ഒരു രീതിക്കൊക്കെ ഞങ്ങൾ അകത്തോട്ട് കയറിയത്. അപ്പം പപ്പ ഞങ്ങളെ കാണാണ്ടിരുന്ന പെട്ടെന്ന് വരും എന്നുള്ള രീതി. അപ്പം അടുത്തയാൾ പറഞ്ഞു, മിന്നു പറഞ്ഞു ആ ടർക്കി വാങ്ങിക്കാനാണ്, കുഞ്ഞിനെ ടർക്കി വാങ്ങിക്കാനാണെന്നും പറഞ്ഞ് കയറി. അപ്പം കാണാണ്ടിരുന്നപ്പോഴത്തേന് പപ്പ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളും ആ ചേച്ചിയോട് ഞങ്ങൾ ആ കടയിലെ ചേച്ചിയോട് പറഞ്ഞത് ഇതുപോലെ സർപ്രൈസ് ആക്കാനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങ് കയറി വന്നപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കിളി പോയി, എന്താ എങ്ങനെ ചെയ്യണം, കാരണം ഞങ്ങളുടെ ഷർട്ട് ഇരിക്കുക. അപ്പോൾ പപ്പയ്ക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്, എടുക്കാനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങളുടെ കയ്യിൽ ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആ ചേച്ചി ഞങ്ങളുടെ കൂടെ ആക്ട് ചെയ്തു എന്നുള്ളതാട്ടോ മെയിനായിട്ടുള്ള കാര്യം. അതെനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ പപ്പേനെ പിടിച്ച് പുറകോട്ട് കാറിക്കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് ഈ ഷർട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം നടത്തി. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്ത് തൂക്കുപാലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, പാലം കൂട്ടിയുള്ളത്. അപ്പോൾ അവിടെ പോയി കേക്ക് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത്. കാരണം നല്ല സീനറിയും നല്ല ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
പക്ഷേ അത് പറ്റിയില്ല കേട്ടോ. അത് എന്നെ വെയിൽ ചതിച്ചു. അത് അപ്പോൾ അവിടെ ഭയങ്കര പൊരിഞ്ഞ വെയിൽ, നമുക്ക് നിൽക്കാനേ പറ്റൂല. അപ്പോഴത്തേനും ഞാൻ പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോയി. അപ്പോൾ ഇത് കല്യാണത്തണ്ടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണ്, നല്ല ഒത്തിരി മലകൾ, നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ അവിടെ ആ വ്യൂ പോയിൻറ്റിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നേരെ പോയി. അപ്പോൾ അവിടെ നിന്നപ്പം അധികം ആരുമില്ല, നമുക്ക് ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കേക്കൊക്കെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കേക്കെല്ലാം കൂടി അവിടെ ചെന്ന് സെറ്റ് ചെയ്ത കാറിൻ്റെ അവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേനാണ് പപ്പയ്ക്ക് ബ്ലിങ്ങെന്നായിപ്പോയി, ഭയങ്കര സർപ്രൈസായിപ്പോയി. അങ്ങനെ അത് പിന്നെ ഷർട്ടിൻ്റെ കാര്യം പപ്പയ്ക്ക് ഏതാണ്ട് ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതത്ര വലിയ സർപ്രൈസ് ഒന്നും ആയില്ല. പക്ഷേ കേക്ക് കൊണ്ട് വെച്ചതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സർപ്രൈസ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ വിജയിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേനും ചെറിയ ചാറ്റമഴയൊക്കെ പെയ്യാൻ പതുക്കെ ആയി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് പോന്നു കേട്ടോ. ചെറിയൊരു ചാറ്റമഴയൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് നമുക്ക് അധികം തണുപ്പടിച്ചൊന്നും ഇരിക്കാനൊന്നും പറ്റൂല, അതുകൊണ്ട് അങ്ങ് പോന്നു. പക്ഷെ നല്ല ഒരു രസമുണ്ടായിരുന്നു. ഈ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞത് മിന്നുവിൻ്റെ തലയിൽ ഉദിച്ചൊരു കാര്യമാണ്. കാറിൻ്റെ അവിടെ നമുക്ക് വെച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സീനറി. ഇതൊക്കെ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതെല്ലാം ഫോക്കസ് ചെയ്തെടുത്തത്. അപ്പോൾ വീട്ടിൽ ചെന്ന് പാടെ പപ്പ ഷർട്ട് നോക്കുവാണ്. ഞാൻ ചോദിച്ചു ഷർട്ട് ഇഷ്ടപ്പെട്ടോ, ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഇട്ട് നോക്കുവാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കൊള്ളാം, നല്ല ഷർട്ടായിരുന്നു, ചേരുന്നുമുണ്ട്, ക്വാളിറ്റിയുള്ള മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് കൊള്ളാവുന്ന എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് പായസത്തിലേക്കാണ്. അപ്പോൾ ആൾ ഷർട്ടൊക്കെ ഇട്ട് കണ്ണാടിയിലൊക്കെ പോയി നോക്കി സൗന്ദര്യം എല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ഇപ്പം നേരത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം ആണല്ലോ പുതിയ ട്രെൻഡായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അതൊക്കെ ഒരു രസമാണ്. നമ്മളിതുപോലെയൊക്കെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ടുള്ള ആ ഒരു മൊമെൻ്റൊക്കെ എന്ന് പറയുന്നതുണ്ടല്ലോ, പിള്ളേരൊക്കെ ആണെങ്കിലും ആ പിള്ളേരൊക്കെ അത് കണ്ട് വളരുന്നതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്കും ഒരു ഇതാണ്, ഒരു കൗതുകമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഹാപ്പി ആക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, ഇപ്പം പായസത്തിലേക്ക് പോവുകയാണ്. അപ്പം പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസമാണ് അരിപ്പായസം. അപ്പോൾ അരിപ്പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ തലേദിവസം തന്നെ ഉണക്കലരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണക്കലരിയിലാണ് ഈ പായസം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കി. അപ്പോൾ വല്യമ്മയുടെ സ്പെഷ്യൽ കൂട്ടായിട്ടുള്ള പായസമാണ് കേട്ടോ. അടിപൊളി പായസമാണ്, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പം ഈ ഉണക്കലരി നന്നായിട്ട് വേവിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കടിക്കുന്ന രീതിയിലൊക്കെയാവും. അപ്പം കുക്കറിലിട്ട് വേവിക്കുവാണെങ്കിൽ നല്ല വിസിൽ അടുപ്പിക്കണം, ഒരു 10ഓളം വിസിലോളം അടുപ്പിക്കണം കേട്ടോ, എന്നാലേ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പം 3-ാം പാൽ ചേർത്തിരിക്കുകയാണ്. 3-ാം പാലിലാണ് ഈ അരി വേവിച്ച് ഞാൻ എടുക്കുന്നത്, കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ വെക്കാട്ടോ, അല്ലാണ്ട് നമുക്ക് ചീനച്ചട്ടിയിൽ വെച്ച് ഉരുളിയിലാണ്, ചീനച്ചട്ടിയല്ല ഉരുളിയിൽ വെച്ചിട്ട്, നല്ല മാറിപ്പോയി കേട്ടോ, ഉരുളിയിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം എനിക്ക് എളുപ്പപ്പണി ഞാൻ ചെയ്യുന്നത് കേട്ടോ, കുക്കറിൽ വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ കുക്കർ ആ ഒരു വെന്ത് വേവുന്ന ആ സമയം കൊണ്ട് ഞാൻ അമ്മയ്ക്ക് സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചാൽ, അമ്മയുടെ ഈ മുഖത്തൊക്കെ ചെറിയ കരിവാളിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചോ. അപ്പോൾ ഈ ചെയ്യുന്ന ടൈമിൽ ഒരാൾ അപ്പുറത്തിരുന്ന് കരയുവാണ്. ഞാൻ അമ്മയെ കൊല്ലാൻ നോക്കുന്ന പോലെയാണ് ഒരാളുടെ കരച്ചിൽ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അമ്മേനെ വേറെ ആരും തൊടുന്നത് ഇവൾക്ക് ഇഷ്ടമേ അല്ല, ഞങ്ങളാണേലും തൊടുന്നത് ഇഷ്ടമല്ല, അവൾ മാത്രമേ തൊടാൻ പാടുള്ളൂ, ആ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ മുഖത്തിങ്ങനെ തേച്ച് വരുമ്പോഴത്തേന് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളവിടെ കിടന്ന് കരച്ചിലും വേണം. പിന്നെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് മാറ്റി, എന്നാലും ഒക്കത്തിരുന്ന് ഭയങ്കര കരച്ചിലാണ്. ഞാൻ നേരം ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവളെ ഇട്ട് ഇങ്ങനെ കാണിക്കാനായിട്ട്. അപ്പോൾ അവൾ അതിന് നിന്ന് തരും കേട്ടോ, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, അതൊക്കെ ശേഷം പിന്നെ അരിയെല്ലാം വെന്തു. പിന്നെ പായസത്തിലേക്ക് കടക്കാണ്. ശർക്കരപ്പാനിയും കാര്യങ്ങളെല്ലാം ഒഴിച്ച് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അല്ല, എന്ത് പറഞ്ഞാലും എനിക്ക് കയറി വരുന്നൊരു സാധനം കേട്ടോ, ചീനച്ചട്ടി, ഉരുളിയിലേക്ക് ഇത് അരി വെന്തത് ഇടാണ് എനിക്ക്. പക്ഷേ ഈ കുക്കർ അങ്ങോട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര തളർച്ചയും ക്ഷീണവുമാണ്, ഒരു രക്ഷയില്ല.
അടുപ്പിച്ചിട്ടുള്ള ഈ ഡെലിവറി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണവും തളർച്ചയോ. എന്തെങ്കിലും ഒരു സാധനം എടുത്ത് പൊക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൊക്കാനും പറ്റൂല, ഒന്നും പറ്റൂല. അപ്പം ഞാൻ മമ്മിയോട് പറയുമായിരുന്നു എനിക്കതൊന്ന് പൊക്കി ഒന്ന് അതിലേക്കൊന്ന് ഇട്ട് തരാം. മമ്മി എന്നെക്കാളും അവശതയാണ് കേട്ടോ, മമ്മിക്കും പോലും പറ്റുന്നില്ല. പിന്നെ ഒരുവിധത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് സെറ്റ് ചെയ്താൽ. അപ്പുറത്ത് അവരെല്ലാം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിള്ളേരുള്ളത് കൊണ്ട് 2 പിള്ളേരെ നോക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ചില്ലറ കാര്യമൊന്നുമല്ല. എത്ര ആൾക്കാരുണ്ടെങ്കിൽ പോലും 2 പിള്ളേരെ നോക്കുക എന്ന് പറയുന്നത് എൻ്റെ പൊന്നി ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ്. ഒരാൾ കരഞ്ഞാൽ അടുത്ത ആൾ കരയും, ഈ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഒരാൾ എപ്പോഴും ഇസയുടെ പുറകെ തന്നെ ഉണ്ടാകണം. ഇസയാണെങ്കിലോ കുസൃതി ചെയ്ത് നടക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, അയ്യോ ആങ്കൊച്ച് എത്രയോ ഭേദമാണ്, പെൺകൊച്ചായിട്ട് പോലും ഇത്രയും. അപ്പോൾ ആൺപിള്ളേരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്ന്. ചിലവർ പറയും പെൺപിള്ളേരായതുകൊണ്ട് അടുക്കി ഒതുങ്ങി അടുക്കമായിട്ട് ഇരുന്നോളുമല്ലോ. ഇന്നെല്ലാം എനിക്ക് തെറ്റിപ്പോവാണ് കേട്ടോ, വോയിസ് ഓവറിൽ സംസാരിക്കുന്നതെല്ലാം അടക്കോ ഒതുക്കോ ആയിട്ട് ഇരുന്നോളൂലോ എന്നുള്ളത്. പക്ഷേ എൻ്റെ പൊന്നെ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റൂല. ഒന്ന് ഇരിക്കുമ്പോഴത്തേനായിരിക്കും അങ്ങോട്ട് ഓടുന്നത് ഇങ്ങോട്ട് ഓടുന്നത്, അതെടുക്കുന്നത് ഇതെടുക്കുന്നത്. അപ്പോഴത്തേന് അടുത്തയാൾ അവിടെ നിന്ന് കരയാൻ പോകും. അപ്പോൾ അടുത്തയാളെ എടുക്കണം. ട്വിൻസ് പോലെയാണ്, ചെറിയ പ്രായ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാലും ട്വിൻസ് പോലെയാണ്. അങ്ങനെ ഒരാളെ ഒക്കെ തിരുത്തി മമ്മി ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തയാൾ അവിടെ കരയാൻ പോയപ്പോൾ ഞാൻ ആ വശത്തോട്ട് പോയി. ഇങ്ങനെയാണ് പരിപാടി. അങ്ങനെ പായസം എല്ലാം റെഡിയായി. നല്ല അടിപൊളി പായസമാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സെക്ഷൻ ഞാൻ ചെയ്യുന്നത് നെയ്ക്കകത്ത് മുന്തിരിയും കശുവണ്ടി എല്ലാം കൂടി കഴിഞ്ഞ പായസത്തിലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ബിരിയാണിക്കൊക്കെ. അതുകൊണ്ട് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊന്ന് വറുത്ത് കോരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡുണ്ടു വാങ്ങി നല്ല ചിരിച്ച് കളിച്ചിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സ്റ്റിൽ ദെൻ ടാറ്റാ ബൈ ബൈ.